ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്ന് അൺഎംപ്ലോയ്മെന്റ് തൊഴിലില്ലായ്മയാണ്. നമ്മുടെ ഗവൺമെന്റും അതുപോലെ അതോറിറ്റീസും എല്ലാം ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യുന്നതിൽ സീരിയസ് ആണോ എന്നുള്ളതിൽ നമുക്കെല്ലാം വളരെയധികം സംശയമുണ്ട്. ഏറ്റവും പുതിയ ബജറ്റിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുന്നത് ആ ഒരു കാര്യമാണ്. ഏറ്റവും റീസെന്റ് ആയിട്ട് റിലീസ് ചെയ്തിട്ടുള്ള യൂണിയൻ ബജറ്റിന്റെ അടിസ്ഥാനത്തിൽ ഹയർ എഡ്യൂക്കേഷനെ കുറിച്ചിട്ടുള്ള കുറച്ച് തോട്ട്സ് ആണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓരോ വർഷവും ഇന്ത്യയിൽ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. പല സർവേകളും അങ്ങനെ തന്നെയാണ് പറയുന്നത്. അപ്പൊ നമുക്കറിയാം ഇത് ഓവർകം ചെയ്യാനുള്ള നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട സൊല്യൂഷനുകളിൽ ഒന്ന് എഡ്യൂക്കേഷൻ ആണ്. എസ്പെഷ്യലി ഹയർ എഡ്യൂക്കേഷൻ ആണ്. കൂടുതൽ വലിയ ലെവലുകളിലേക്ക് പഠിക്കാൻ ആളുകളെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ്. അതിന്റെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്, അതിന്റെ ഔട്ട്പുട്ടുകളാണ് എന്നുള്ളത്. പക്ഷെ ഏറ്റവും പുതിയ ബഡ്ജറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്തും ഇന്ത്യയിൽ പോപ്പുലേഷൻ കൂടിക്കൊണ്ടിരിക്കുന്ന, അൺഎംപ്ലോയ്മെന്റ് കൂടിക്കൊണ്ടിരിക്കുന്ന, യൂത്ത് പോപ്പുലേഷൻ കൂടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്തും അതിന്റെ ഫണ്ട് അലോക്കേഷൻ കുറയുകയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവസാന ബജറ്റിൽ ഏകദേശം 57,000 കോടി 57,000 ഹയർ എഡ്യൂക്കേഷൻ അലോക്കേറ്റ് ചെയ്ത സമയത്ത് ഇപ്രാവശ്യം അത് 47,000, ഏകദേശം 10,000-ഓളം കോടി കുറവ് ഫണ്ടാണ് ഗവൺമെന്റ് ഇതിനു വേണ്ടിയിട്ട് അലോക്കേറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. ഇത് ഗവൺമെന്റ് ഹയർ എഡ്യൂക്കേഷന് കൊടുക്കുന്ന ഒരു ലാക്ക് ഓഫ് സീരിയസ്നെസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇത് തീർച്ചയായിട്ടും ഒരുപാട് ലോങ് ടേം ഇംപ്ലിക്കേഷൻസ് ഉണ്ടാക്കും എന്നുള്ളതാണ് വളരെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം ഒരു രാജ്യത്തെ സംബന്ധിച്ച്. ഇതോടൊപ്പം തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് ആണ് ഗവൺമെന്റ് UGCക്ക് അലോക്കേറ്റ് ചെയ്യുന്ന ഫണ്ടുകളിലും വളരെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത്. മുൻ വർഷങ്ങളിൽ ഏകദേശം 5,300-ഓളം കോടി അലോക്കേറ്റ് ചെയ്തതിൽ നിന്ന് ഇപ്രാവശ്യം ഏകദേശം പകുതിയോളം കുറച്ചിട്ട് അത് 2,500-ഓളം കോടിയാക്കി മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. UGC ആണ് ഇന്ത്യയിൽ ഹയർ എഡ്യൂക്കേഷന്റെ ഒരു അപെക്സ് അതോറിറ്റി എന്ന് പറയുന്നത്, എസ്പെഷ്യലി ആർട്സ്, സയൻസ് പോലെയുള്ള പല റിലേറ്റഡ് ആസ്പെക്റ്റുകളിലും. അപ്പൊ അവർക്ക് ആവശ്യമായിട്ടുള്ള ഗ്രാന്റുകൾ, ഫെലോഷിപ്പുകൾ, ഫണ്ടുകൾ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളുടെയും ഒരു അൾട്ടിമേറ്റ് അതോറിറ്റി UGC ആണ്. ആ UGCക്ക് വേണ്ട ഫണ്ട് എന്ന് പറയുന്നത് 50% കുറക്കുക എന്ന് പറയുമ്പോൾ അത് എത്രത്തോളമാണ് ഇന്ത്യയുടെ ഹയർ എഡ്യൂക്കേഷനിൽ ഒരു അഡ്വേഴ്സ് ആയിട്ടുള്ള എഫക്റ്റ് ഉണ്ടാക്കുക എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് തന്നെ കാണേണ്ട ഒരു കാര്യമാണ്. ഓൾറെഡി കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഫണ്ടിന്റെ അലോക്കേഷൻ കുറവാണ് എന്നുള്ള കാരണം കൊണ്ട് UGC തന്നെ ഒരുപാട് ഫെലോഷിപ്പുകൾ നാഷണൽ ലെവലിൽ നിർത്തിയിട്ടുണ്ട്. ആ ഒരു സിറ്റുവേഷനിലാണ് വീണ്ടും വിദ്യാർത്ഥികളുടെ സ്വപ്നങ്ങളിൽ, യൂണിവേഴ്സിറ്റികളുടെ സ്വപ്നങ്ങളിൽ, ഹയർ എഡ്യൂക്കേഷൻ സ്വപ്നങ്ങൾക്ക് വളരെ ഒരു ഡാമേജിങ് ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു ഫണ്ട് അലോക്കേഷന്റെ ഒരു റിഡക്ഷൻ വരുന്നത്. ഇവിടെയും ഗവൺമെന്റ് പറയുന്നത് UGC ആസ് ഓഫ് നൗ ഗ്രാന്റ് കൊടുക്കുന്നുണ്ടായിരുന്നു, ഫെലോഷിപ്പ് കൊടുക്കുന്നുണ്ടായിരുന്നു. ഇനി എഡ്യൂക്കേഷൻ മിനിസ്ട്രി ഡയറക്റ്റ് ആയിട്ട് ഗ്രാന്റുകൾ കൊടുക്കും, UGC അങ്ങനെ ഗ്രാന്റുകൾ കൊടുക്കേണ്ട എന്നുള്ളതാണ്. ഇത് ഒരർത്ഥത്തിൽ നമുക്ക് ഒരു ഇക്വേഷൻ അല്ലെങ്കിൽ ഒരർത്ഥത്തിൽ നമുക്കൊരു ബാലൻസിങ് ഫീൽ ചെയ്തെങ്കിൽ പോലും ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കേസ് ഇത് വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു ഡിവിഷൻ ഉണ്ടാക്കാനുള്ള സാധ്യത പോലും ഉണ്ട്. കാരണം ആസ് ഓഫ് നോ UGC ഒരു സിസ്റ്റം അടിസ്ഥാനത്തിലാണ് വർക്ക് ചെയ്യുന്നത്. ഫണ്ട് അലോക്കേഷനിൽ ഒരു പരിധി വരെ UGC ഒരു ഇക്വാലിറ്റി പാലിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത്. പൂർണ്ണമായിട്ടാണ് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇതൊരു എഡ്യൂക്കേഷൻ മിനിസ്ട്രിയുടെ അടുത്തേക്കാണ് ആ ഒരു ഫണ്ടിങ്, ഗ്രാന്റിങ്, യൂണിവേഴ്സിറ്റീസ് ഗ്രാന്റിങ്, എസ്പെഷ്യലി സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ് ഗ്രാന്റ് പോലെയുള്ള സംഭവങ്ങളൊക്കെ വരുന്ന സമയത്ത് അവിടെ ഒരുപാട് പൊളിറ്റിക്കൽ കൺസിഡറേഷൻ വരാൻ സാധ്യതയുണ്ട്. ചില സ്റ്റേറ്റുകൾക്ക് പ്രത്യേക പരിഗണന ലഭിക്കാനും ചില സ്റ്റേറ്റുകൾക്ക് പരിഗണന കുറയാനും സാധ്യതയുണ്ട്. സെൻട്രൽ ഗവൺമെന്റിന്റെ താല്പര്യമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഭരിക്കുന്ന സ്റ്റേറ്റുകളിലേക്ക് ചില അധികം ഫണ്ടുകളും അല്ലാത്ത സ്റ്റേറ്റുകളും വീണ്ടും ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഹയർ എഡ്യൂക്കേഷൻ ആസ്പെക്റ്റിലും വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കൺസേൺ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ഹയർ എഡ്യൂക്കേഷനിൽ വരുന്ന, മിനിസ്ട്രിയിൽ വരുന്ന ആളുകളെ സംബന്ധിച്ച് അല്ലെങ്കിൽ മിനിസ്ട്രി ബ്യൂറോക്രാറ്റ്സിനെ സംബന്ധിച്ച് ഈ നാട്ടിലെ യൂണിവേഴ്സിറ്റികളെ കുറിച്ചും അവരുടെ ക്രൈറ്റീരിയാസ്, അവരുടെ അസസ്മെന്റിനെ കുറിച്ചും കൂടുതൽ ക്ലാരിറ്റി ഉണ്ടാവുക തീർച്ചയായിട്ടും ഇതിൽ മാത്രം വർക്ക് ചെയ്യുന്ന UGCക്ക് ആയിരിക്കും. അപ്പൊ UGCയെ ഗ്രാന്റ്, റെഗുലേഷൻ അങ്ങനെയുള്ള എല്ലാ പവറുകളിൽ നിന്നും, പല പവറുകളിൽ നിന്നും ഒഴിവാക്കിയിട്ട് കേവലം ഒരു റെഗുലേറ്ററി ബോഡി ആക്കുക എന്നുള്ളത് ഇന്ത്യൻ ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ ഡീഗ്രഡേഷന്റെ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ട്രജക്ടറിയുടെ ഒരു തുടക്കമാവും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം തന്നെ ഇപ്രാവശ്യത്തെ ഫണ്ട് അലോക്കേഷൻ റിഗാർഡിംഗ് GDP കൺസിഡർ ചെയ്യുമ്പോൾ നമുക്കതറിയാം. ഓക്കെ, അറൌണ്ട് 4% ഓഫ് ദി ടോട്ടൽ GDP ആണ് ഇന്ത്യയിൽ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതിന്റെ ഒരു ഗ്ലോബൽ ആവറേജ് എന്ന് പറയുന്നത് 4.9 ആണ്. അതുപോലെ തന്നെ ഇന്ത്യ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ആവറേജ്, അതായത് നമ്മളെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ആവറേജ് 6% ആണ്. ലോകത്ത് പല രാജ്യങ്ങളിലും അത് 6ഉം 10ഉം 12ഉം അങ്ങനെയുള്ള വലിയ വലിയ പെർസെന്റേജ് ഒക്കെ എഡ്യൂക്കേഷനിൽ പ്രൊമോട്ട് ചെയ്തത് കൊണ്ടാണ് അല്ലെങ്കിൽ ഫണ്ട് അലോക്കേറ്റ് ചെയ്തുകൊണ്ടാണ് ആ രാജ്യങ്ങൾക്ക് ഇത്രയധികം ഡെവലപ്പ് ആവാൻ സാധിച്ചിട്ടുള്ളത് എന്നുള്ളതും ഇതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.
അവിടെയാണ് GDP-യുടെ കേവലം 4%. ഇതിന്റെ ഒരു സീരിയസ്നെസ് എവിടെ നിന്ന് മനസ്സിലാക്കുന്നു ചോദിച്ചാൽ, ഏകദേശം ഇത് ഇന്ത്യ ഉണ്ടായ കാലം തൊട്ട്, അതായത് പോസ്റ്റ് ഇൻഡിപെൻഡന്റ് ഇന്ത്യയുടെ കാലം തൊട്ടേ ആളുകൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആസ്പെക്ട് ആണ്. ഇന്ത്യയുടെ ആദ്യത്തെ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ പോളിസി 1 1960s എഡ്യൂക്കേഷൻ പോളിസിയിൽ തന്നെ ഉള്ള ഒരു ടാർഗറ്റ് ആണ് GDP-യുടെ 6% എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് അലോക്കേറ്റ് ചെയ്യുക എന്നുള്ളത്. അത് സ്റ്റിൽ ഈവൻ ആഫ്റ്റർ മോർ ദാൻ 50 years ആഫ്റ്റർ ദ ഫസ്റ്റ് എഡ്യൂക്കേഷൻ പോളിസി, ഓക്കെ, ഈ സ്റ്റിൽ അത് പോസിബിൾ ആയിട്ടില്ല എന്നുള്ളതാണ്. സ്റ്റിൽ അറൌണ്ട് 4% ആണ് ഇന്ത്യയുടെ ഫണ്ട് അലോക്കേഷൻ ഫോർ GDP എന്നുള്ളതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. സ്റ്റിൽ നമ്മുടെ അതോറിറ്റീസിന്, സ്റ്റിൽ നമ്മുടെ ഗവൺമെന്റിന്, ഓക്കെ, സ്റ്റിൽ ദോസ് ഹു ആർ ഇൻ ഡിസിഷൻ മേക്കിംഗ് ആസ്പെക്റ്റിലേക്ക് എഡ്യൂക്കേഷനിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതിന്റെ, എഡ്യൂക്കേഷനിൽ ഗവൺമെന്റ് ഇടപെടുന്നതിന്റെ ഒക്കെ ഒരു പ്രയോറിറ്റി സെറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളതും, അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതും, ഇനി അതുമല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടും അതിനനുസരിച്ച് ആക്ഷൻ എടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള കൺസേൺ ആണ്. ഉത്തരവാദിത്തപ്പെട്ട ആളുകളും എഡ്യൂക്കേഷൻ സ്റ്റേക്ക് ഹോൾഡേഴ്സും ഡെമോക്രാറ്റിക് ആയിട്ടുള്ള രീതിയിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കുക, ഇതിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആസ്പെക്ട് ആണ്. അൾട്ടിമേറ്റ്ലി എഡ്യൂക്കേഷൻ ആണ് നമുക്ക് ഈ നാട്ടിലെ അൺഎംപ്ലോയ്മെന്റ് പോലെയുള്ള മറ്റു പല പ്രോബ്ലംസും ഓവർകം ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സൊല്യൂഷൻ എന്നുള്ളത്.